ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വിസ്ഡം ടൂത്ത് സർജിക്കൽ റിമൂവൽ ചെയ്തതിന് ശേഷം പല ആളുകളിലും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് നാക്കിന്റെ ഒരു സൈഡോ അല്ലെങ്കിൽ കവിളിന്റെ ഒരു സൈഡോ അല്ലെങ്കിൽ ചുണ്ടിന്റെ ഒരു സൈഡോ മാറാത്തൊരവസ്ഥ. അതിന് കാരണം ഈ വിസ്ഡം ടൂത്ത് ഇരിക്കുന്ന പൊസിഷൻ തന്നെയാണ്. നമ്മുടെ താടിയിലിന്റെ ഏറ്റവും അറ്റത്ത് മൂലയ്ക്കാണ് ഈ വിസ്ഡം ടൂത്ത് ഇരിക്കുന്നത്. ഈ വിസ്ഡം ടൂത്തിന്റെ റൂട്ട് പലപ്പോഴും അതിൽ കടന്നു പോകുന്ന ഒരു ഇൻഫീരിയർ ആൽവിയോളർ നെർവ് ഉണ്ട്. ഈ നെർവുമായിട്ട് കോൺടാക്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഈ വിസ്ഡം ടൂത്ത് സർജറി ചെയ്തെടുക്കുന്ന സമയത്ത് ഈ നെർവിൽ ഏൽക്കുന്ന ക്ഷതം, ഇതാണ് ഈ മരവിപ്പിന് കാരണം. പല ആളുകളിലും അത് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ നീണ്ടു പോയേക്കാം. ചില ആളുകൾക്ക് അതൊരു പരസ്തീഷ്യ എന്നുള്ള അവസ്ഥയായിരിക്കും. എന്ന് വെച്ചാൽ മരവിപ്പ് പൂർണ്ണമായിട്ടില്ല, ഇടക്കിടക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകും, എന്നാൽ മുഴുവനായിട്ട് നമുക്കൊരു സംവേദനം കിട്ടാത്തൊരവസ്ഥ. ചില ആളുകളിൽ പെർമനന്റ് ആയിട്ടും ഈ ഒരു സംവേദനമില്ലായ്മ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ചികിത്സകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മീഥൈൽകോബാലമിൻ അടങ്ങിയിട്ടുള്ള ന്യൂറോബയോൺ ഫോർട്ടെ പോലുള്ള മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് നമുക്കിത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് പൾപ്പ് ക്യാപ്പിംഗ് എന്ന് വെച്ചാൽ കുട്ടികളിൽ പല്ലുവേദന ഉണ്ടാകുമ്പോൾ പല്ല് അടയ്ക്കുകയോ അല്ലെങ്കിൽ പൾപ്പക്ടമി അല്ലെങ്കിൽ മജ്ജ എടുത്ത് കളയോ അല്ലെങ്കിൽ പറിച്ചു കളയോ ആണ് വേണ്ടത്. എന്നാൽ ഇതിനിടയിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ ഒരു പ്രൊസീജിയർ കുറിച്ചാണ് അടുത്ത ടോപ്പിക്.